my dear students, welcome back to my channel, your online teacher. നിങ്ങളുടെ +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന എത്ര പേരുണ്ട് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റിന് നല്ല രീതിയിൽ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം മുതൽക്ക് അവസാനം വരെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഇനി ഇങ്ങനെയുള്ള സ്ട്രാറ്റജികളൊന്നും ഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫോർ ₹199 199 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റിൻ്റെ ബാച്ച് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ക്ലാസ് പർച്ചേസ് ചെയ്ത് എക്സാം വരെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളെല്ലാം കണ്ട് ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് പഠിച്ചു പോകാൻ സാധിക്കും. അതും വെറും ₹199 മാത്രം. വേറെ ആരും കൊടുക്കാത്ത ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് നമ്മൾ ഈ ക്ലാസ്സുകൾ അവൈലബിൾ ആക്കാണ്. അതിൻ്റെ ഒറ്റ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇത്തവണ +2 ആരും ഫെയിലാകാൻ പാടില്ല. കാരണം എന്താ, +1 മാർക്കും കൂടി അതിലേക്ക് എടുക്കും അല്ലേ. അപ്പോൾ +1 ആണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയം +1 ആണ്. ആൻഡ് ഓൾസോ +1 അക്കൗണ്ടൻസി ആണ്. കാരണം +1 അക്കൗണ്ടൻസിയിൽ വളരെ കുറച്ച് തിയറിയെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ആൻഡ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഈസിയാണ്. ഇപ്പോൾ +2 ആയപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും +1 ആയിരുന്നു ഭേദം, +1 മാർക്ക് സ്കോർ ചെയ്യാമായിരുന്നല്ലോ എന്ന്. അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റിന് ഫീസൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ്, +1 അക്കൗണ്ടൻസി ഇമ്പ്രൂവ്മെൻറ്റിന് ഫീസ് അടച്ച എല്ലാവരും +1 അക്കൗണ്ടൻസി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുക തന്നെ വേണം. +2 എക്സാമത്തിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ എന്ന് കരുതി ഇത് എഴുതാതിരിക്കരുത്. കാരണം +2 എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോടാ +1 എഴുതിയാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ +1 നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അത് നിങ്ങൾ +1 ജോയിൻ ചെയ്യുമ്പോൾ തൊട്ടേ ടീച്ചേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. +2 ആയപ്പോൾ കുറേയൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ ഇപ്പോൾ നിങ്ങളത് റിയലൈസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ലാസ്റ്റ് ഒരു ചാൻസ് ആണ് ഈ ഒരു +1 ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ അക്കൗണ്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബാച്ചിലർ അഡ്മിഷൻ എടുത്തോളാം. അതല്ലാതെ സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ളവർ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഇപ്പോൾ +2 അപേക്ഷിച്ച് നമുക്ക് +1 അക്കൗണ്ടൻസിയിലെ ഏത് പ്രോബ്ലവും നമുക്ക് പാർട്ടായിട്ട് പഠിക്കാൻ പറ്റും, തിരഞ്ഞെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് നമുക്കുള്ളത് അല്ലേ. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ വളരെ കുറച്ച് തിയറി മാത്രമേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. എന്തിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്, 4 ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ടല്ലോ, അത് പഠിക്കാം. പിന്നെ നിങ്ങൾ അതിൽ പഠിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഗുണപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കുക. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനീഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഡെഫിനീഷൻ. പിന്നെ നമുക്ക് ഇതിൽ കുറേ ടേംസ് ആണ് പിന്നീടുള്ളത്. അതൊക്കെ ഏകദേശം ഇപ്പോൾ നിങ്ങൾ +2 ആയതുകൊണ്ട് ഇപ്പോൾ ക്യാപിറ്റൽ എന്താ, ഡ്രോയിങ്സ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ പെട്ടെന്ന് അവിടെ കവറായി കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ചില ടെക്സ്റ്റിൽ അത് കുറേ അസംഷൻസ് ആയിട്ടായിരിക്കും ഉണ്ടാകുക, ചിലതിൽ അത് പ്രിൻസിപ്പിൾസ് ആയിരിക്കും, ചിലതിൽ കൺസെപ്റ്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് എല്ലാം ഒരേ ഹെഡിലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉള്ളൂ. അതും ഓരോ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചാപ്റ്റർ 3 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 നമുക്ക് എന്താ പഠിക്കാനുള്ളൂ, അക്കൗണ്ടിങ് ഇക്വേഷൻ മാത്രമേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. മെയിനായിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്കൊരു 4 മാർക്ക് സ്കോർ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ നിന്നും ഒരു 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ, അപ്പം നന്നായിട്ട് പഠിച്ചാലോ അതിലും കൂടുതൽ സ്കോർ ചെയ്യാലോ. ഇനിയുള്ള സമയത്തിൽ നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ ഇംപ്രൂവ്മെൻറ്റ് വിഷയത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ബാക്കി +2 പഠിക്കുക കേട്ടോ. കാരണം +1 ഓൾറെഡി പഠിച്ചതുകൊണ്ട് അത്രയും എഫേർട്ട് നമുക്ക് അതിൽ ഇടേണ്ടി വരില്ല. പിന്നെ നമുക്കതിൽ GSTയുടെ കുറച്ച് തിയറി വരുന്നുണ്ട്. GSTയുടെ തിയറി പഠിക്കണം. GSTയുടെ ഒരു ജേർണലിൻ്റെയൊക്കെ വരുന്ന ആ ഒരു പോർഷൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റിൻ്റെ വീഡിയോസ് കൺസെപ്റ്റ് വൈസ് ഇതേപോലത്തെ വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചാപ്റ്റർ 1 ചാപ്റ്റർ 3 വരുന്നതാണ് ഇതെല്ലാം. പിന്നെ ചാപ്റ്റർ 3 വരുന്നതാണ് ജേർണൽ എൻട്രീസ്. ജേർണൽ എൻട്രീസ് ഉണ്ട്.
അതും സൂപ്പർ ഈസി ആയിട്ട് മിസ് ഒരുപാട് വർഷങ്ങളായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ജേർണൽ എൻട്രീസ് പഠിക്കണം. പിന്നെ ഇതിൽ 1-2 ആസ്പെക്ട്സ് ഉണ്ട്. വേറെ ഡിസ്കൗണ്ടിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. പിന്നെ അതേപോലെ തന്നെ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, 2 ബേസിസ് ഓഫ് അക്കൗണ്ടിങ്, അക്രൂവൽ ബേസിസും ക്യാഷ് ബേസിസും. അത് ചോദിക്കാറുണ്ട് കേട്ടോ 2 മാർക്സിന്. അപ്പോൾ അത് പഠിക്കണം. പിന്നെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ഇനിയിപ്പോൾ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, +2 നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അത് പഠിക്കണം. GSTയുടെ പ്രോബ്ലം പഠിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജേർണൽ ആൻഡ് ലെഡ്ജർ. അത് പഠിക്കാം. ദെൻ ചാപ്റ്റർ 4-ൽ നിന്ന് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിക്കുക, പിന്നെ പെറ്റി ക്യാഷ് ബുക്ക് പഠിക്കുക, അതുപോലെ തന്നെ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്. ഒരെണ്ണം പഠിച്ചാൽ മറ്റേതും ഒപ്പം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. റിട്ടേൺസ് ബുക്ക് എല്ലാം സെയിം ആണ്. പിന്നെ ജേർണൽ പ്രോപ്പറിലെ കുറച്ച് ട്രാൻസാക്ഷൻസും പഠിക്കുക. ഓക്കെ. പിന്നെ വരുന്നതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അതൊരു 4 ടൈപ്പ് പ്രോബ്ലമേ ഉള്ളൂ. സിമ്പിൾ ആണ്, അത് പഠിക്കുക. പിന്നെ അതിന് കോസസ്, ഒരു തിയറി 5 മാർക്കിന്റെ തിയറി ക്വസ്റ്റ്യനാണ്. കോസസ് പഠിക്കുക. പിന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. ഇനിയിപ്പോൾ ട്രയൽ ബാലൻസ് അറിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് നോക്കിയിട്ട് ആ ബാലൻസ് ഒക്കെ അതിലേക്ക് എഴുതിയാലും മതി. ട്രേഡിംഗ് ആൻഡ് P&L ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് തരാറുണ്ട്. അങ്ങനെയും ചെയ്യാൻ പറ്റും. അത് മിക്കവർക്കും അറിയില്ല. ഓക്കെ, അത് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ, ബാലൻസ് ഷീറ്റ്, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്